നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരുന്തട്ട എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഈ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. പല എപ്പിസോഡുകൾ ഞാൻ ഈ പ്രദേശത്തിൻ്റേതായിട്ട് എടുത്തിട്ടുണ്ട്. കൂടുതലും പുലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പശുവിനെ പുലി പിടിക്കുന്ന വിഷയങ്ങൾ, കടുവ പശുവിനെ പിടിക്കുന്ന വിഷയങ്ങൾ, അങ്ങനെ പുലി ഡെയിലി ഒരു പാറപ്പുറത്ത് വന്നിരിക്കുന്ന രംഗങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പെരുന്തട്ട നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഏതായാലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, ഇന്നലെ വെളുപ്പിന് ഇവിടെ ഒരു പശുവിനെ ഒരു അജ്ഞാത ജീവി പിടിച്ചിട്ടുണ്ട്. അത് കടുവയാണെന്നും പുലിയാണെന്നും ഉള്ള രീതിയിലുള്ള ഒരു സംസാരമുണ്ട്. പക്ഷേ കൂടുതൽ കടുവയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ സംസാരിച്ച് കേട്ടത്. കാരണം ഇവർ പശുവിൻ്റെ ബോഡിയുമായിട്ട് പൂക്കോട് വെറ്റിനറി കോളേജിലൊക്കെ പോയപ്പോൾ അങ്ങനെ കടുവയാണെന്നുള്ള രീതിയിൽ അവിടുന്ന് പറഞ്ഞെന്നുള്ള ഒക്കെയാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. ഏതായാലും ഞാനിപ്പോൾ ആ പ്രദേശത്താണുള്ളത്. ഈ പശുവിനെ പിടിച്ചതിന് ശേഷം ഇവിടെ ഈ ഒരു പെരുന്തട്ട ടൗണിൽ നമുക്കറിയാം നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഒരു വഴിയാണ്. ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്തിനും കൽപ്പറ്റയ്ക്കും ഇടയ്ക്കുള്ളൊരു പ്രദേശമാണ്. ആ ഒരു വഴിക്ക് നാഷണൽ ഹൈവേ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത്. നടപടികൾ സ്വീകരിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം നൽകണമെന്നാണ് കളക്ടറോടായിട്ട് നമ്മുടെ മേലധികാരികളോട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഇവിടെ ഒരു ഉപരോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ DF അടക്കമുള്ള ആളുകളൊക്കെ വന്ന് ഇവിടെ അവർക്ക് വേണ്ട നഷ്ടപരിഹാരവും ഒക്കെ പിന്നെ ഇതിനെ പിടിക്കാനുള്ള കൂട് വെക്കാമെന്നൊക്കെ ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിലാണ് ഈ ഉപരോധം ഇവരെ അവസാനിപ്പിച്ചത്. അതിനുശേഷം ഈ ഒരു ജീവിയെ, അതിപ്പോൾ കടുവയാണെങ്കിലും പുലിയാണെങ്കിലും അതിനെ പിടിക്കാനായിട്ട് കൂട് സ്ഥാപിക്കുകയുണ്ടായി. ആ കൂട് ഇന്നലെയാണ് സ്ഥാപിച്ചത്. നമ്മൾ ഇന്ന് വന്നപ്പോൾ ആ കൂട് അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഏതായാലും അതിൻ്റെ ഒരു കുറച്ച് വിഷ്വൽസ്, നമ്മൾ ഇച്ചിരി ദൂരെ നിന്ന് നമ്മളെടുത്ത ഒരു വിഷ്വൽസാണ് നമ്മൾ അതൊന്ന് കാണിച്ചു തരാം. ഇത് തോട്ടാ, അത് ആരാ? അതിലെ വഴിയുണ്ട്. കൂടെ എവിടെ? കയറിയിട്ടൊന്നുമില്ലല്ലേ, കൂടെ അടഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു കൂട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ക്യാമറ നിരീക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കടുവ ഇന്നലെ രാത്രി ഏതായാലും കടുവയോ പുലിയോ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടില്ല. ഒരുപക്ഷെ നാളെയൊക്കെ ആയിട്ടായിരിക്കും വരാനായിട്ടുള്ള സാധ്യത. ഏതായാലും പിടിച്ച സ്ഥലത്ത് തന്നെയാണ് കൂട് വെച്ചിരിക്കുന്നത്. പശുവിൻ്റെ ജഡവും അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഏതായാലും ഇത്രയൊക്കെ സംഭവവികാസങ്ങളാണ് ഇവിടെ നടന്നത്. ഇനിയപ്പോൾ നമുക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളോട്, അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ആ പശുവിൻ്റെ ഉടമസ്ഥനോടൊക്കെ നമുക്ക് നേരിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ തന്നെ കൂടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. കൂടിൻ്റെ മുകൾവശമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ നിങ്ങൾക്കറിയാം
ഇത് കോഫി ബോർഡിൻ്റെ ഒരു പ്ലാന്റേഷനാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടെയൊക്കെ നിരവധി വീടുകളുള്ള പ്രദേശങ്ങളാണ്. ഒത്തിരി ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിന് തൊട്ട് ചേർന്ന്, അതായത് ജനങ്ങൾ താമസിക്കുന്ന വീടുകളോട് ചേർന്ന് ഒരു 10-20 മീറ്റർ അടുത്തുള്ള സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ ഒരു സിദ്ദിഖ്. ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലേ? കുറച്ച് മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യം ഇവിടെ ഉണ്ട്. ആദ്യം പുലിന്റെ ശല്യം വരുന്നുണ്ട്, പിന്നെ അതിന്റെ ശേഷം ആന വന്നു. അപ്പോൾ അതിന്റെ ശല്യം കൂടിയപ്പോൾ കൂടൊക്കെ വെച്ചിരുന്നു. ഈ കടുവന്റെ സാന്നിധ്യം ഉള്ളത് ഇപ്പൊ 2 ദിവസത്തെ പ്രശ്നമാണ്. കാരണം 2 ദിവസം പറഞ്ഞ ഒരു സാധകൻ പറഞ്ഞ ആളുടെ വീട്ടിന്റെ മുറ്റത്ത് അദ്ദേഹം കണ്ടുവന്ന് 15 മീറ്റർ വിട്ടിട്ട് കണ്ടു പറഞ്ഞാൽ അത്രയും ഉറപ്പാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആളുകൾ അത്ര അങ്ങ് വിശ്വസിച്ചില്ല. പക്ഷെ അതിന്റെ ശേഷം ഒരു 2 മണിക്കൂറിന്റെ ശേഷമാണ് ഈ ആക്രമണം, പശുവിനെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ടെന്ന് പറഞ്ഞ ആള് സാധാരണ? അതെ, സാധാരണ പറഞ്ഞ ആളാണ് കണ്ടത്. പുള്ളിയുടെ വീടിന്റെ മുമ്പിലാണ് കണ്ടത്. ആണല്ലേ? ഈ സ്ഥലവും ഈ പശുവിനെ പിടിച്ച സ്ഥലമായിട്ട് എത്ര ദൂരത്തിന്റെ വ്യത്യാസം? ഇതൊരു എന്താ ഒരു 300 മീറ്റർ വിട്ടിട്ടുണ്ടോ അത്ര ഉണ്ടാവുള്ളൂ. കോഫി ബോർഡിന്റെ റോട്ടിൽ കൂടെ അല്ല, പറമ്പിൽ കൂടെ കയറണില്ല. കോഫി ബോർഡിന്റെ കാപ്പിത്തോട്ടം ഉണ്ട്, അതിലാണ് സംഭവം നടന്നത്. സംഭവം നടന്നപാടും പശു ചത്തിട്ടുണ്ടായില്ല. പിന്നെ അവര് വെറ്റിനറി കൊണ്ടുപോയപ്പോ വെറ്റിനറി എന്നാണ് പറഞ്ഞത് കടുവന്റെ അക്രമമാണെന്നുള്ളത് സ്ഥിരീകരിച്ചത്. അതാണ് ആളുകൾ അത്ര ഒരു ഭയത്തിന്റെ നേരിലാണ് ഇപ്പൊ ആളുകൾ നിൽക്കുന്നത്. അവിടുന്ന് വെറ്റിനറി കടുവയുടെ ഇതാന്ന് പറഞ്ഞല്ലേ? അതിന്റെ മുറിവ് അവർ അളന്നിട്ടാണ് പറഞ്ഞത് കടുവ ആക്രമിക്കപ്പെട്ടതെന്നാണെന്നാണ് അവര് നിഗമനത്തിലെത്തിയത്. അപ്പൊ ഈ ഇപ്പൊ ഒരു 2 ആഴ്ചയിലായിട്ടുള്ള ഒരു പശുവിനെ ഇവിടെ പുലി പിടിച്ചിട്ട്? അതെ 2 ആഴ്ച പറഞ്ഞാല് അത് പകലാണ് സംഭവം നടന്നത്. അന്ന് ഇവിടെ പിന്നെ അതിന്റെ വാർഡ് സഭ നടക്കുന്നതിന്റെ ഒരു 2 മണിക്കൂർ മുമ്പായിരുന്നു. അപ്പൊ ജനങ്ങളെ നല്ല രീതിയിൽ വാർഡ് സഭയിൽ അറിയിച്ചു. വലിയ ഗുരുതരമായ വിഷയങ്ങളാണ്, വെളിച്ചത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ചകളും സംവാദങ്ങളൊക്കെ നടന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലിൽ വെളിച്ചവും സംവിധാനമൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പൊ ഈ കടുവ ഇറങ്ങുമ്പോ തന്നെ ആളുകൾ നല്ല പേടിയിലാണുള്ളത്. നിങ്ങളൊക്കെ ഈ പ്രദേശം എത്ര വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്? നമ്മളൊക്കെ ജനിച്ച ഇവിടെ തന്നെ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഇവിടെ ഈ പാടി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളായിരിക്കും കൂടുതലുള്ളത്. അപ്പൊ ഈ തോട്ടം ശരിക്കും ഈ തോട്ടം അറിയാം? തോട്ടം എലസ്റ്റൻ എസ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണിത്. പിന്നെ അത് മായിനാജി പറഞ്ഞ ആള് എടുത്തു. ഇപ്പം ബദൂർ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഇതിലാണ് നിൽക്കുന്നതെങ്കിലും എലസ്റ്റന്റെ അഡ്രസ്സിൽ തന്നെയാണ് നിലവിൽ എസ്റ്റേറ്റ് ഉള്ളത്. ശരിക്കും ഇതിന്റെ ഓണർ ആരാ? മൈനാജി പറഞ്ഞ ആളാണ്. ആള് മരണപ്പെട്ടു. മക്കളാണ് ഇതിപ്പോ കൈകാര്യം ചെയ്യുന്നത്. മക്കള് എന്ത് അറിയുന്നില്ല, തോട്ടം നോക്കലില്ല, തോട്ടം പൂട്ടി കിടക്കുകയാണ്. എത്ര നാളെങ്ങനെ പൂട്ടി കിടക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തോളായിട്ടുണ്ട്. തോട്ടം തുറന്നും പൂട്ടിയിട്ടും നല്ല കാട് വന്നിട്ടുണ്ട്. ഒരു മൃഗം ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അറിയില്ല, അത്ര വലിയ കാട്. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ തോട്ടം ഇങ്ങനെ പ്രവർത്തിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണല്ലോ ഇത്ര ഇങ്ങനെ. അതെ അതിനുള്ള വന്യമൃഗങ്ങൾക്ക് താമസിക്കാനുള്ള അത്രയും സൗകര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ ഈ കാടായിട്ട് ഉള്ളത്. നിലവിൽ ഞങ്ങൾക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഈ എസ്റ്റേറ്റ് വലിയ തോതിലുള്ള കാട് വളർന്നിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് വെട്ടി നിലവിലുള്ള സാഹചര്യം ആക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട അതാണ്. അത് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് സ്വകാര്യ ഇതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിലധികം ഇടപെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വേഗതയായി വേണ്ടത്. കാരണം പിന്നെ UP സ്കൂള് നിലവിലുണ്ട്, ചെറിയ മക്കളാണ്. ഇപ്പൊ ഈ കടുവനെ പിടിച്ച ആ ഒരു പ്രദേശത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അംഗൻവാടി ഇല്ലേ? അംഗൻവാടി ഉണ്ട്. അതുപോലെ തന്നെ UP സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അതിലെ ഈ എസ്റ്റേറ്റ് കൂടെ തന്നെയാണ് അതിൽ അങ്ങോട്ട് സ്കൂളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അംഗൻവാടിന്റെ തൊട്ട് അംഗൻവാടി എന്ന് പറഞ്ഞാൽ 100 മീറ്റർ മാറിയിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ പശുവിനെ കടുവ ആക്രമിച്ചിട്ടുള്ളത് അത്രയും വലിയ ഭീതിയിലാണ് ജനങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾ ഒത്തിരി പേര് ഈ പശുവിനെയും ആടിനെയൊക്കെ മേയ്ക്കുന്നുണ്ടല്ലേ? അതെ അപ്പൊ അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഇപ്പൊ ബുദ്ധിമുട്ടായി. ഇപ്പോൾ പശുവിനെ എന്താ പറയാ പുറത്ത് വിടാനുള്ള പേടിയിലാണ് ആളുകൾ നിൽക്കുന്നത്. ഇന്നലത്തെ ഈ ഇവിടെ റോഡ് ഉപരോധമൊക്കെ നടത്തിയല്ലോ? അതെ അപ്പൊ അതിന്റെ അകത്ത് എന്താ തീരുമാനം അവസാനമായ? അതില് പിന്നെ ഞങ്ങൾ ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അവരെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ അടിയന്തരമായിട്ട് കടുവയ്ക്ക് കൂട് വെക്കുമെന്ന് പറഞ്ഞു. അത് ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാടിന്റെ എസ്റ്റേറ്റ് കാട് മൂടി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവര് പറഞ്ഞത് അവര് ഇതിന്റെ പ്രഷർ ചെലുത്താന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഈ തോട്ടത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള പാടികളാണ് ഈ കാണുന്നത്. നമുക്ക് ഏതായാലും പശുവിന്റെ ഉടമസ്ഥനെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അദ്ദേഹം ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇതുണ്ടോ
ഇതൊക്കെ തേയിലത്തോട്ടമാണ്. ഇതിൻ്റെ അകത്തൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇതൊക്കെ ഇത്രയും റോഡ് സൈഡാണ്. താഴെ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ആ ഒരു സതി എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ്റെ ബാക്കി പശുക്കളെ, ഈ പശുവിനടക്കം ബാക്കി പശുക്കളെയൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന ആരയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ ഒറ്റ പശു ഉണ്ടാകുന്നുള്ളൂ ആണല്ലേ? ബാക്കിയുള്ളതിനെ തീറ്റാൻ കൊണ്ടായതായിരിക്കും അല്ലേ? ഇനി നമുക്ക് ആ കടുവേനെ നേരിൽ കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു സഹദേവൻ എന്ന് പറയുന്ന ചേട്ടൻ നേരിട്ട് കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ആ ഒരു സംഭവം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അനുദിനം വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി പരിണമിച്ചിരിക്കുകയാണ് പെരുന്തട്ട. 2 ദിവസം മുൻപ് ഞാൻ ഈ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ആ വേലിയുടെ സമീപത്തുകൂടെ കടുവ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞത്. പെരുന്തട്ട മേഖലയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങളായ ആന, പുലി, കടുവ മുതലായവ സ്വൈരവിഹാരം നടത്തുന്ന ഒരു മേഖലയായി പരിണമിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഫോറസ്റ്റിന് സമാനമായി നിലകൊള്ളുന്ന എസ്റ്റേറ്റ് മേഖല. ഈ എസ്റ്റേറ്റ് മേഖലയിൽ കടന്നു വരുന്ന വന്യമൃഗങ്ങളെ ദൂരെ നിന്ന് കാണുവാനുള്ള പ്രയാസം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം വളർന്നിരിക്കുകയാണ് ചെടികളെല്ലാം തന്നെ. ഇത് ഈ മേഖലയിൽ താമസിക്കുന്ന കാർഷിക മേഖലയും മറ്റും ആശ്രയിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുദിനം വർദ്ധിച്ചു വരുന്ന ഇവയുടെ ശല്യം നിമിത്തം കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകുന്നതിനോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ജോലിക്ക് പോകുന്നതിനോ പോലും സാധ്യമല്ലാത്തൊരവസ്ഥയായി പരിണമിച്ചിരിക്കുകയാണ്. പേരെങ്ങനെയാണ്? സിദ്ദീഖ്. ഇവിടെ തന്നെ താമസം ആണല്ലേ? പെരുന്തട്ടത്തിൽ തന്നെ താമസം ആണല്ലേ? ഇപ്പം ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിലല്ലേ നിങ്ങൾ? ആദ്യം ബുദ്ധിമുട്ട് തന്നെ പുലിയൊരു ഭാഗം, ആന ഒരു വസ്തു, കടുവ ഒരു വസ്തു പ്രശ്നം തന്നെയാണ്. പിന്നെ കാടിൻ്റെ സിറ്റുവേഷൻ കണ്ടില്ലേ? ഒരു 3 വർഷത്തോളമായി തേയില കാട് വെട്ടാതെ കിടക്കുന്നത്, മലങ്കാടായിട്ടാണ് കിടക്കുന്നത്. ഫോറസ്റ്റിന് തുല്യമായിട്ടാണ് എസ്റ്റേറ്റ് കിടക്കുന്നത്. മൃഗങ്ങൾ കംപ്ലീറ്റ് തമ്പടിച്ചിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലാണ് മാനേജ്മെൻറ്റ് മൈൻഡ് ചെയ്യുന്നത് നോക്കുന്നത്. അതുപോലെ തന്നെ കോഫി ബോർഡ് ഔട്ട്സൈഡ് പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ഇൻ്റർ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണ്. പുറമെന്നുള്ള മലപ്പുറം കോഴിക്കോടുള്ള ഭാഗത്തുനിന്ന് വന്ന് സ്ഥലം വാങ്ങിയിട്ടിട്ട് പോയിട്ട് അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലല്ലേ റിയൽ എസ്റ്റേറ്റ് മാഫിയ അങ്ങനെയുള്ളത്. അപ്പോൾ ആരും അതൊന്നും സ്വാഭാവികമായിട്ട് വെട്ടി അവരെന്നെ സ്വന്തം വെട്ടി ഇതൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ മാറ്റം. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ഇവിടെ ഉണ്ട്. ഔട്ട്സൈഡ് കുറേ ഉണ്ട്, ഒരുപാട് ഭൂമിയുണ്ട്. 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ ഭൂമികൾ, 1/2 ഏക്കർ മുതൽ അങ്ങോട്ട് മേലോട്ടുള്ള ഭൂമികൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഭൂമി കുറേ ഉണ്ട്. അതിനെതിരെ നമ്മൾ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് അതിന് കളക്ടർക്ക് ഒരു പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു, ഈ കാട് വെട്ടുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി. അത് പിന്നെ അതിനെപ്പറ്റി ഒരു അന്വേഷണമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓൾറെഡി ഈ ഔട്ട്സൈഡുള്ള ഭൂമികൾ അത് അവരാരുടെ സ്ഥലം അവരാർ വെട്ടി ക്ലീനാക്കുക എന്നുള്ളൊരു ഓർഡർ കളക്ടറെ അണ്ടറിലുണ്ട്. അതവർ പാസ്സാക്കി നിയമം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നെ അതിന് കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്യുന്നില്ല, നോക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ 3 മാസത്തോളമായി കൂട് ഇവിടെ സ്ഥാപിച്ചിട്ട് പുലി കയറാത്തൊരു വിഷയം നല്ലോണം ഉണ്ട്. കൂട് വെച്ചിട്ടുണ്ട്. ഇന്നലെ പുതിയ കടുവണ്ണെ കണ്ടു എന്ന് പറഞ്ഞാൽ ഉടനെ പുതിയ കൂട് വെച്ചിട്ടുണ്ട്. അവരെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റിയ സാഹചര്യമല്ല. കാരണം അവർ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാട് തന്നെയാണ്. കാട് വെട്ടി ക്ലിയറാക്കാതെ തെളിക്കാതെ ഒരു രക്ഷയില്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. മൃഗങ്ങളപ്പം ഇത് പിന്നെ ഇപ്പോൾ 5ാമത്തെ പശുവിനെ കുറഞ്ഞ കാലയളവിൽ ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ 5ാമത്തെ പശു അത്. ഓൾറെഡി പുലി ഇവിടെ എല്ലാ സ്ഥലമാണ്. പെരുന്തട്ട എല്ലാവർക്കും അറിയാം. എസ്റ്റേറ്റ് പൂട്ടിയിട്ടുണ്ട്. പല ആൾക്കാരും ഇങ്ങനെ പശുവിനെയും ആടിനെയൊക്കെ മേടിച്ച് ജീവിക്കുകയല്ലേ? അതെ, എസ്റ്റേറ്റിൽ വരുമാനമൊന്നും ഇല്ലല്ലോ. അവരെ ഏക വരുമാനമാണ് നാൽക്കാലികൾ. അതന്നെ അവരെ ആശ്രയം. അത് ആടുള്ളവരുണ്ട്, പശുള്ളവരുണ്ട്.
അവർക്കത് അത് തന്നെയല്ലേ, വേറെ വരുമാനമൊന്നുമില്ലല്ലോ. അതെ അതെ ഒക്കെ കോഴി തൊഴിലാളികളല്ലേ. അതെ. അപ്പോൾ എസ്റ്റേറ്റിൻ്റെ അനാസ്ഥ വളരെ ഗൗരവമാണ്. അത് കണ്ടില്ല, പിന്നെ വേണ്ടപ്പെട്ട ആളുകൾ അത് കണ്ടില്ലെന്ന് അടിക്കുക, അതാണ് മാനേജ്മെൻറ്റിന് അനാസ്ഥ ഭയങ്കരം തന്നെയാണ്. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ എസ്റ്റേറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, തേയിലത്തോട്ടം, അതായത് ഈ തേയിലത്തോട്ടമൊക്കെ ഇതുപോലെ കാടുകൾ വളർന്ന് അങ്ങ് ദൂരേക്ക് നിങ്ങൾക്ക് കാണാം. ഇതേപോലെ തന്നെ മൊത്തം കാടുകൾ വളർന്ന് ഒരു പരുവത്തിനായിട്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്ത് ഇച്ചിരി കാടുകൾ കുറവുള്ളതിൻ്റെ ഒരേ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പശുക്കൾ ഉള്ളതുകൊണ്ടാണ്. പശുക്കളെ മേയ്ക്കുന്നതുകൊണ്ട് പശുക്കൾ ഇവിടെയുള്ള ഈ കാടുകളൊക്കെ തിന്ന് തീർക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത് ഇച്ചിരി ക്ലിയർ ആയിട്ട് കിടക്കുന്നത്. പക്ഷേ അങ്ങ് ഉള്ളിലേക്കുള്ള ഭാഗത്തൊക്കെ അങ്ങ് താഴേക്കൊക്കെ നമുക്ക് കാണാൻ വളരെ തിക്കായിട്ടുള്ള ഇപ്പോൾ കാട് പോലെയായി മാറിയിരിക്കുകയാണ്. ഇത് ഞാൻ പല എപ്പിസോഡിലും ഇതേ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം ഈ സ്ഥലം എടുത്തിട്ട് എസ്റ്റേറ്റ് മാഫിയകളും അതുപോലെ തന്നെ ഇതുപോലെ അടച്ചു പൂട്ടി കിടക്കുന്ന പ്ലാന്റേഷനുകളൊക്കെ ഇങ്ങനെ വെട്ടി വൃത്തിയാക്കി ഇടാതെ ഇരിക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയ ഒരു ദൂഷ്യ ഫലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അനുഭവിക്കുന്നത് ഇവിടെയുള്ള സാധാരണപ്പെട്ട ആളുകളുമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. ഇതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇപ്പോൾ നമ്മൾ ഈ പെരുന്നറ്റ ഭാഗത്ത് ഒത്തിരി എപ്പിസോഡുകളായി, പക്ഷേ ഇവിടെ ഒരു മാറ്റവും ഇല്ല. വീണ്ടും ആ വിഷയങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുവയായിട്ടും പുലിയായിട്ടും ആനയായിട്ടും ഒക്കെ. കൂടുതൽ പുലിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഈ പശുവിനെ പിടിച്ച ജീവി കടുവയാണെന്നുള്ളത് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. എങ്കിലും വെറ്റിനറി കോളേജിൽ നിന്ന്, പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്ന് അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിൽ കൂടെ സംസാരിക്കുന്നതൊക്കെ കേട്ടു ആളുകൾ. നമുക്ക് ആ ഒരു പശുവിൻ്റെ ഉടമസ്ഥനുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം ഈ പശുവിൻ്റെ നഷ്ടപരിഹാരത്തിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് മേപ്പാടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയതാണെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഇപ്പോൾ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതായത് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരാനായിട്ട് ഉള്ളതിൻ്റെ ഒരേ ഒരു കാരണം ഇവിടെ 100-300 വീടുകൾ ഉള്ള പ്രദേശമാണ്. 100-300 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. നാഷണൽ ഹൈവേയിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്കുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്ലാന്റേഷൻ പൂട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, റിയൽ എസ്റ്റേറ്റുകാരുടെ അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. റിയൽ എസ്റ്റേറ്റുകാർ പല സ്ഥലങ്ങളിലും ഇതേപോലെ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ഇങ്ങനെ സ്ഥലങ്ങളെടുത്ത് കൂട്ടിയിടും. അവരാ എടുത്തിടുന്ന സ്ഥലം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അത് പിന്നെ കാട് പിടിച്ച് ഒരു പരുവത്തിനാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കാട് പിടിച്ച് കിടക്കുന്നിടത്ത് ഇതുപോലെയുള്ള ജന്തുക്കളും വന്യമൃഗങ്ങളൊക്കെ വന്ന് പെറ്റുപെരുകും. അങ്ങനെ അത് സമീപ പ്രദേശത്തുള്ള പ്രദേശവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പ്ലാന്റേഷൻ അടഞ്ഞു കിടക്കുന്നതും അതേ എഫക്റ്റ് തന്നെയാണ്. ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഇപ്പോൾ ഇവർക്ക് പോലും പറയാൻ പറ്റില്ല. ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ മുന്നേ ഒക്കെ ഒത്തിരി ആളുകൾ ഇവിടെ ഈ തേയില നുള്ളിക്കൊണ്ടിരുന്ന പ്രദേശങ്ങളാണ്. ഇതൊക്കെ ചുമ്മാ കിടക്കുകയാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ പുറത്ത് പണിക്ക് പോവാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ പുറത്ത് പണിക്ക് പോകണം, അല്ലെങ്കിൽ പശുവിനെ തീറ്റുകയാണ്, അല്ലെങ്കിൽ ആടിനെ വളർത്തി, ഇങ്ങനെയൊക്കെയാണ് ജീവിതമാർഗ്ഗം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് ഇവർക്ക് അതുപോലും നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ. ആ കൂട് വെച്ചിട്ടുണ്ട്. കൂട്ടിൽ കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു ആക്രമണം നടത്തുന്ന ജീവി എന്താണോ അത് കൂട്ടിൽ ചാടട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.